അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറന്നേക്കരുത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. എന്നാലും ഇത് വേണോ മോളെ? സുജാത ആശങ്കയോടെ മകളെ നോക്കി. അതൊന്നും സാരല്ലേ അമ്മേ, ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അമൃത കണ്ണ് ചിമ്മി ഒന്ന് ചിരിച്ചു. എന്നാലും മോള് ഡിഗ്രിയൊക്കെ പഠിച്ചതല്ലേ, എന്നിട്ട് ഈ ജോലിക്കൊക്കെ പോവാന്ന് വെച്ചാൽ. സുജാതയുടെ മുഖമൊന്ന് മങ്ങി. എൻ്റെ പൊന്നമ്മേ, അഭിമാനം നോക്കിയിരുന്ന അടുപ്പ് പുകയില്ല. ഈ ഡിഗ്രി വരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 2-3 ജോലി ശരിയായതല്ലേ? എന്നിട്ടോ 10,000 രൂപയിൽ കൂടുതൽ എവിടെയെങ്കിലും സാലറി ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ മാസം 30,000 രൂപ കിട്ടും. ഒരു പ്രായമായ അമ്മയെ നോക്കണമെന്നല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് രണ്ടുണ്ട് ലാഭം. ശമ്പളവും കിട്ടും, ആ അമ്മയെ നോക്കിയതിന് ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും. അമൃത പതിയെ പറഞ്ഞു. എന്നാലും അവിടെ ആ സ്ത്രീയും അവൻ്റെ മകനും മാത്രമേ ഉള്ളൂ മോളെ. ആ സ്ത്രീക്കാണെങ്കിൽ മാനസികപരമായി ബുദ്ധിമുട്ടുണ്ട്. പ്രായം തികഞ്ഞ നിന്നെ എങ്ങനെയാ മോളെ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് തനിച്ചു വിടുന്നത്? സുജാതക്ക് ആശങ്കയേറി. എൻ്റെ പൊന്നമ്മേ, മാനസികപരമായ ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും വേണമെന്ന് വിചാരിച്ച് വരുത്തി വെക്കുന്നതാണോ? അല്ലല്ലോ. ഓരോന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇടയ്ക്ക് എനിക്കിപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന്. ചിലർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാൻ കഴിയും, മറ്റു ചിലർക്ക് കഴിയില്ല. ആ അമ്മക്കും മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും. അമൃത ദീർഘവിശ്വാസത്തോടെ പറഞ്ഞു. അമൃതയുടെ അമ്മയാണ് സുജാത. 2 മാസം മുമ്പെയാണ് പണിസ്ഥലത്ത് നിന്ന് സുജാത കുഴഞ്ഞു വീഴുന്നത്. സുജാതക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അന്നേരമാണ് അവർ തിരിച്ചറിയുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. എന്നാൽ അതിനുള്ള പണം തരപ്പെടുത്താൻ ഒട്ടും അമൃതക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അമ്മുവിൻ്റെ സുഹൃത്ത് വഴി ഒരു വീട്ടിൽ ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് അമ്മു അറിയുന്നത്. ആ വീട്ടിൽ ഒരു അമ്മയും മകനും മാത്രമേ ഉള്ളൂ. ആ അമ്മക്ക് അരക്ക് കീഴ്പോട്ട് തളർന്നിരിപ്പാണ്. ഒപ്പം മാനസികപരമായി എന്തോ ബുദ്ധിമുട്ടുമുണ്ട്. ഒരു 6 മാസമെങ്കിലും അവിടെ പോയാൽ അമ്മയുടെ ചികിത്സക്കുള്ളത് തരപ്പെടുത്താമെന്നാണ് അമ്മു കണക്ക് കൂട്ടിയിരുന്നത്. സുജാതയെ ഒരു ദിവസം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് അവൾ പിറ്റേന്ന് ശങ്കരനിലയത്തിലേക്ക് ജോലിക്ക് പോയത്. 2 ബസ് മാറിക്കയറി എന്നും ജോലിക്ക് വരുന്നത് അല്പം ടാസ്ക്കാണെന്ന് ആദ്യത്തെ യാത്രയിൽ തന്നെ അമ്മുവിന് മനസ്സിലായി. സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അയാൾ പെർമിഷൻ മേടിച്ചിട്ട് ഗേറ്റ് തുറന്നു തന്നു. ആ വലിയ ഗേറ്റിന് മുന്നിൽ അമ്മു അത്ഭുതപ്പെട്ട് നിന്നുപോയി. അവൾ ആ വീടിൻ്റെ ആഡംബരം പുറമേ നിന്ന് നോക്കി ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്. ഒരു കൊട്ടാരം പോലെ തലയുയർത്തി നിൽക്കുന്ന ശങ്കരനിലയം, ചുറ്റും പച്ചപ്പ് നിറഞ്ഞ വലിയ മുറ്റം, പല നിറത്തിലുള്ള അപൂർവ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഗാർഡൻ, താൻ ഇതുവരെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു വലിയ ബംഗ്ലാവ്. അമൃതയുടെ ഉള്ളിൽ ഒരു നിമിഷം ഭയവും അത്ഭുതവും മാറിമറിഞ്ഞു. ഇത്രയും വലിയൊരു വീട്ടിലാണോ താൻ ജോലി ചെയ്യാൻ പോകുന്നത്? തൻ്റെ കയ്യിലെ പഴയ ബാഗിൻ്റെ സ്ട്രാപ്പിൽ അവൾ പിടിമുറുക്കി. ചെരുപ്പ് പുറത്തൂരിയിട്ട് പതുക്കെ പൂമുഖത്തെ മാർബിൾ വിരിച്ച പടികൾ അവൾ കയറി. ഹാളിലേക്ക് കടന്നപ്പോൾ തന്നെ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ പെയിൻറ്റിങ്ങുകളും വിലപിടിപ്പുള്ള അലങ്കാര വസ്തുക്കളും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീടിനകം ഒരു വലിയ നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ആരാ? പെട്ടെന്ന് മുകളിൽ നിന്നുള്ളൊരു ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് അമൃത ഞെട്ടി നോക്കി. പടവുകൾ ഇറങ്ങി താഴേക്ക് വരുന്നത് ഒരു യുവാവാണ്. വെളുത്ത നിറം, തീക്ഷ്ണമായ കണ്ണുകൾ, കട്ടത്താടി. കണ്ടാൽ നല്ല ഗൗരവക്കാരനാണെന്ന് തോന്നും. ജീൻസും കറുത്ത ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. ഞാൻ അമൃത, സനൂപ് പറഞ്ഞിട്ട് വന്നതാ. അമൃത ശബ്ദം പരമാവധി വിനയത്തോടെ പുറത്തെടുത്തു. അയാൾ അവളെ അടിമുടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം അളന്നു തിട്ടപ്പെടുത്തൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ മുഖത്തെ ഗൗരവം ഒരല്പം കുറഞ്ഞു. ആ, സനൂപ് പറഞ്ഞിരുന്നു. അമ്മയെ നോക്കാൻ വന്നതാണല്ലേ? അകത്തേക്ക് വരൂ. അയാൾ ഹാളിലെ വലിയൊരു സോഫയിലേക്ക് ചൂണ്ടി. ഇരിക്കൂ. വേണ്ട സർ, സാരമില്ല. അമൃത ഒതുങ്ങി നിന്നു. ഇവിടെ നിയമങ്ങൾ കുറച്ചധികമാണ് അമൃത, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. അമ്മക്ക് ശാരീരികപരമായി മാത്രമല്ല മാനസികമായും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ നിലവിളിക്കും, മറ്റു ചിലപ്പോൾ ആരോടും മിണ്ടാതെ ഇരിക്കും. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ജോലിക്ക് നിന്നാൽ മതി. എനിക്കെൻ്റെ അമ്മയാണ് പ്രധാനം. കാശി പതിയെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവും സർ. അമ്മയുടെ കാര്യമൊക്കെ സനൂപ് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പരമാവധി നന്നായി നോക്കിക്കോളാം. എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. സ്വന്തം അമ്മയുടെ രോഗാവസ്ഥയും ഓപ്പറേഷനും അമൃതയുടെ മനസ്സിലൊന്ന് മിന്നി മറഞ്ഞു.
നല്ലത്. ശമ്പളം സനൂപ് പറഞ്ഞതുപോലെ കൃത്യം 1-ാം തീയതി അക്കൗണ്ടിൽ വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അമ്മയുടെ മുറി ഈ താഴത്തെ നിലയിൽ തന്നെയാണ്. മുകളിലത്തെ നിലയിലേക്ക് അനുവാദമില്ലാതെ കയറി വരരുത്. അതെൻ്റെ വ്യക്തിപരമായ സ്ഥലമാണ്. അയാളുടെ ശബ്ദത്തിൽ ഒരു കർക്കശഭാവം ഉണ്ടായിരുന്നു. അമൃത സമ്മതം എന്നോണം തലയാട്ടി. അമ്മ അവിടെയുണ്ട്, വരൂ. അയാൾ മുമ്പിൽ നടന്നു. അമൃത പതുക്കെ ആ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു. വാതിൽ അല്പം തുറന്നു കിടക്കുകയായിരുന്നു. ജനാലയിലൂടെ വരുന്ന വെളിച്ചത്തിൽ ഒരു വീൽചെയറിൽ പുറംതിരിഞ്ഞിരിക്കുന്ന അമൃതയെ അവൾ കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങി. എങ്കിലും മനസ്സിൽ ധൈര്യം സംഭരിച്ച് ഈശ്വരനെ വിചാരിച്ച് അവൾ ആ മുറിയിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചു. അമ്മേ. കാശി പതിയെ അമ്മയെ വിളിച്ചു. ആ സ്ത്രീ പതിയെ മുഖം ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. പിന്നെ അമ്മുവിനെയും. അമ്മു അവരെ നോക്കി ഒന്ന് ചിരിച്ചുവെങ്കിലും ആ സ്ത്രീ തിരികെ ചിരിച്ചില്ല. ഒന്നും മിണ്ടിയതുമില്ല. കാശി നെടുവീർപ്പോടെ അവരുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ കൂടുതൽ സമയവും ഇങ്ങനെ തന്നെയാണ്. അധികം സംസാരിക്കില്ല. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാശി അവിടെ ഓർമ്മിപ്പിച്ചു. അമ്മു അനുസരണയോടെ തലയാട്ടി. കാശി അവിടെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് പോയതിനു ശേഷം അമൃത പതുക്കെ ആ മുറിയിലാകെ കണ്ണോടിച്ചു. വലിയ ജനാലകളിലൂടെ പുറത്തെ വെളിച്ചം വരുന്നുണ്ടെങ്കിലും മുറിക്കുള്ളിൽ എന്തോ ഒരു വല്ലാത്ത കനം തൂങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ അമ്മ ഇപ്പോഴും ജനാലയിലൂടെ പുറത്തെ ഗാർഡനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ശൂന്യമായ നോട്ടത്തിൽ എവിടെയോ ഒരു വലിയ സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അമൃതയ്ക്ക് വെറുതെ അങ്ങ് തോന്നി. അമ്മേ. അമൃത പതുക്കെ അവരുടെ അരികിലേക്ക് നടന്നു. ഞാൻ അമൃത, അമ്മയെ നോക്കാൻ വന്നതാ. അവൾ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കാശി പറഞ്ഞതുപോലെ ഇവരോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുമെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. സമയം ഉച്ചയോടെ അടുത്തുകൊണ്ടിരുന്നു. അടുക്കളയിൽ ഒരു ചേച്ചി പാചകത്തിനുണ്ട്. അവരുമായി അമ്മു പെട്ടെന്ന് കൂട്ടായി. അടുക്കളയിലുണ്ടായിരുന്ന പാചകക്കാരി ലീലേച്ചി അമൃതയെ വിളിച്ച് ഒരു ബൗളിൽ ചൂടുള്ള ഓട്സ് കുറുക്കിയത് കയ്യിൽ കൊടുത്തു. മോളെ, അമ്മയ്ക്ക് ഇടനേരം ഈ ഓട്സാണ് കൊടുക്കാറ്. ഒന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കണം കേട്ടോ. ചിലപ്പോൾ ഒട്ടും കഴിക്കാൻ കൂട്ടാക്കില്ല. ലീലേച്ചി അമ്മുവിനോട് പറഞ്ഞു. ഞാൻ നോക്കാം ചേച്ചി. അമൃത പുഞ്ചിരിയോടെ ബൗളും വാങ്ങി തിരികെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ ആ അമ്മ കട്ടിലിലേക്ക് മാറിയിരുന്നിട്ടുണ്ടായിരുന്നു. കാശി മാറ്റിയിരുത്തിയതാവും അമ്മു ഓർത്തു. അമൃത അവരുടെ അരികിലുള്ള ചെറിയ മേശപ്പുറത്ത് ഓട്സ് ബൗൾ വെച്ചു. എന്നിട്ട് കട്ടിലിൻ്റെ അരികിലിരുന്ന് സ്പൂണിൽ കുറച്ചെടുത്ത് അവരുടെ ചുണ്ടുകളോട് അടുപ്പിച്ചു. അമ്മേ, ദാ ഇത് ഇച്ചിരി കുടിച്ചേ. നല്ല ചൂടുണ്ട്, വിശക്കുന്നുണ്ടാകുമല്ലോ. അമൃത സ്നേഹത്തോടെ പറഞ്ഞു. അവർ അതിന് അനുസരിച്ചില്ല. പിന്നെയും അമ്മു അവരെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ സ്ത്രീ തൻ്റെ കുറുകിയ കണ്ണുകളോടെ അമൃതയെ രൂക്ഷമായി ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് പെട്ടെന്നൊരു ഭാവമാറ്റം ഉണ്ടായി. ചുണ്ടുകൾ ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി. അമൃത അത് ശ്രദ്ധിക്കാതെ വീണ്ടും സ്പൂൺ മുന്നോട്ട് നീക്കി. അമ്മേ, ഒരൊറ്റ സ്പൂൺ പ്ലീസ്. അമൃത പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ സ്ത്രീ തൻ്റെ കൈകൾ വായുവിൽ ശക്തമായി വീശി. അമൃതയുടെ കയ്യിലിരുന്ന ചൂടുള്ള ഓട്സ് ബൗൾ ശക്തിയായി തട്ടിത്തെറിക്കപ്പെട്ടു. സ്റ്റീൽ ബൗൾ നിലത്ത് വീണ് വലിയ ശബ്ദത്തോടെ ഉരുണ്ടുപോയി. തിളക്കുന്ന ഓട്സ് മുഴുവൻ മാർബിൾ തറയിലും ഒപ്പം അമൃതയുടെ കയ്യിലേക്കും തെറിച്ചു വീണു. വേണ്ട, എനിക്ക് വേണ്ട, പോ, എല്ലാവരും ഇവിടെ നിന്ന് പോ. ആ അമ്മ കട്ടിലിലിരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ മുഖം മുഴുവൻ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അമൃത ഒരു നിമിഷം പാടെ ഭയന്നുപോയി. അവളുടെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി. കയ്യിൽ വീണ ചൂടുള്ള ഓട്സ് കാരണം തൊലിപ്പുറം നീറുന്നുണ്ടായിരുന്നുവെങ്കിലും അതിലും കൂടുതൽ മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ ഈ ഭാവം അവളെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. താൻ ഇതുവരെ ഇത്തരം ഒരു സാഹചര്യം നേരിട്ടിട്ടില്ല. വീട്ടിൽ അമ്മയുടെ ശാന്തമായ മുഖം മാത്രം കണ്ട് ശീലിച്ച അവൾക്ക് മുന്നിൽ കിടന്ന് ആക്രോശിക്കുന്ന ആ വൃദ്ധ ഒരു വലിയ പേടി സ്വപ്നമായി തോന്നി. അമൃത ഭയത്തോടെ ഒരടി പിന്നോട്ട് മാറി നിന്നു. തൻ്റെ ജോലി ആദ്യ ദിവസം തന്നെ തീർന്നോ എന്ന് അവൾ ആശങ്കപ്പെട്ടു. പെട്ടെന്നാണ് വാതിലിനരികിൽ ഒരു നിഴൽ കണ്ടത്. അമൃത ഞെട്ടി തിരിഞ്ഞു നോക്കി. അവിടെ കൈകൾ കെട്ടി എല്ലാം കണ്ടുകൊണ്ട് കാശി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം ശാന്തതയായിരുന്നു. അയാൾ പതുക്കെ മുറിക്കുള്ളിലേക്ക് നടന്നു വന്നു. അമൃത ഭയത്തോടെ തല താഴ്ത്തി നിന്നു. ഞാൻ പറഞ്ഞില്ലേ അമൃത, ഇവിടെ ഇതൊക്കെയാണ് സാധാരണമാണ്. കാശിയുടെ ശബ്ദം ശാന്തമായിരുന്നുവെങ്കിലും അതിൽ അല്പം ഗൗരവം കുറഞ്ഞിരുന്നില്ല. അയാൾ കട്ടിലിലിരുന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മയുടെ അരികിലേക്ക് ചെന്ന് അവരുടെ തലയിൽ പതുക്കെ തലോടി. കാശിയുടെ സ്പർശനമേറ്റതും ആ സ്ത്രീ പതുക്കെ ശാന്തമാകാൻ തുടങ്ങി. അവരുടെ ശ്വാസമെടുപ്പ് സാധാരണ നിലയിലായി. അവർ കണ്ണുകൾ പൂട്ടി കട്ടിലിലേക്ക് ചാഞ്ഞു. അതിനുശേഷം കാശി അമൃതയുടെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കയ്യിലെ ചുവന്നു പടർന്ന പാടിലേക്ക് അയാളുടെ കണ്ണുകൾ നീണ്ടു. കൈ പൊള്ളിയോ? അയാൾ ചോദിച്ചു. ഇല്ല സാർ, സാരമില്ല.
അമൃത വിക്കി വിക്കി പറഞ്ഞു. അമ്മയുടെ മൂഡ് അനുസരിച്ച് വേണം ഓരോന്ന് ചെയ്യാൻ അമൃത. അവർക്ക് ദേഷ്യം വരുമ്പോൾ ഒന്നിനെ നിർബന്ധിക്കരുത്. കുറച്ച് സമയം തനിച്ച് വിടുക. മൂഡ് ശരിയാവുമ്പോൾ മാത്രം ഭക്ഷണം കൊടുക്കാൻ നോക്കുക. അത് മനസ്സിലാക്കാൻ കുറച്ച് ദിവസത്തെ നിരീക്ഷണം വേണം. അതിനുള്ള ക്ഷമ നിനക്കുണ്ടോ? കാശി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമൃത തൻ്റെ അമ്മയുടെ മുഖവും തങ്ങൾക്ക് ജീവിക്കാൻ ഈ ജോലി എത്രത്തോളം ആവശ്യമാണെന്നുള്ള കാര്യവും ഓർത്തു. ഭയം ഉണ്ടായിരുന്നുവെങ്കിലും അവൾ മനസ്സിനെ ദൃഢമാക്കി. ഉണ്ട് സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഇത് ആവർത്തിക്കില്ല, അമൃത ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ്. പോയി കൈ കഴുകൂ. അടുക്കളയിൽ പോയി ലിലീസിയോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും എടുത്ത് അമ്മക്ക് കൊടുക്കാൻ നോക്കൂ. ഇപ്പോൾ അമ്മ ശാന്തമായിട്ടുണ്ട്. അത്രയും പറഞ്ഞ് കാശി പുറത്തേക്ക് നടന്നു. അമൃത ഒരു ദീർഘനിശ്വാസം എടുത്തു. നിലത്ത് കിടന്ന ബൗൾ എടുക്കുമ്പോൾ അവൾ മനസ്സിൽ ഉറപ്പിച്ചു, എന്ത് പ്രതിസന്ധി വന്നാലും ഈ 6 മാസം തനിക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ എന്ന്. സ്വന്തം അമ്മയുടെ ജീവനാണ് തൻ്റെ കയ്യിലിരിക്കുന്നത്. അവൾ പതുക്കെ തറ തുടക്കാൻ തുടങ്ങി. അമൃത ശങ്കര നിലയത്തിലെ ആദ്യ ദിവസത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നേരെ ഇരുട്ടിയിരുന്നു. 2 ബസ്സുകൾ മാറിക്കയറിയുള്ള യാത്രയുടെ ക്ഷീണവും പകൽ ആ വീട്ടിലുണ്ടായ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഞെട്ടലും അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ബസ് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ അവൾ തൻ്റെ കയ്യിലെ പൊള്ളലേറ്റ ഭാഗം നന്നായി മറച്ചു പിടിക്കാൻ ശ്രദ്ധിച്ചു. അകത്ത് കയറിയപ്പോൾ സുജാത കട്ടിലിൽ കിടക്കുകയായിരുന്നു. മകളുടെ കാൽപ്പെരുമാറ്റം കേട്ടതും അവർ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ആഹാ, എൻ്റെ മോൾ വന്നോ? സുജാതയുടെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. ഞാൻ നോക്കിയിരിപ്പായിരുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് എനിക്ക് വല്ലാതെ പരിഭ്രമമായിരുന്നു മോളെ. എന്തായി അവിടെ? ആ അമ്മയെ കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അമൃത അമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഒരു കുഴപ്പമില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, അതൊരു വലിയ ബംഗ്ലാവാണ്, കൊട്ടാരം പോലെ ഒരിടം. എന്നാൽ സുജാത ഒരമ്മയല്ലേ? മകളുടെ മുഖത്തെ മടുപ്പും കണ്ണുകളിലെ നേരിയ ഭയവും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർ അമൃതയുടെ കൈകളിൽ പിടിച്ചു. നിർഭാഗ്യവശാൽ അവർ പിടിച്ചത് പകൽ ഓടിച്ചു വീണ് പൊള്ളിയ ആ വലത് കൈയിലായിരുന്നു. ആഹ്! വേദന കൊണ്ട് അമൃത നിലവിളിച്ചു പോയി. അവൾ പെട്ടെന്ന് കൈ പിൻവലിക്കാൻ നോക്കി. എന്താ മോളെ, എന്താ പറ്റിയത്? സുജാത പരിഭ്രമത്തോടെ അവളുടെ കൈയിലേക്ക് നോക്കി. അവിടെ ചുവന്ന് ചെറിയ കുമിളകൾ വരാൻ തുടങ്ങിയ ആ പൊള്ളലേറ്റ പാട് കണ്ട് സുജാതയുടെ നെഞ്ച് പിടഞ്ഞു. ഇതെന്താ ഇത്? എങ്ങനെ പറ്റി? സുജാതയുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു. മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അമൃത പകൽ നടന്ന കാര്യങ്ങൾ പതുക്കെ അമ്മയോട് തുറന്നു പറഞ്ഞു. ആ അമ്മക്ക് ദേഷ്യം വന്നതും ഓട്സ് ബോൾ തട്ടിത്തെറിപ്പിച്ചതും കാശി വന്ന് അവരെ ശാന്തമാക്കിയതും എല്ലാം അവൾ വിവരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുജാതയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവർ അമൃതയെ ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, നിനക്ക് പറ്റിയ പണിയല്ല ഇതെന്ന്. ഡിഗ്രി പാസ്സായ എൻ്റെ കുട്ടിയെ ഇങ്ങനൊരു വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തേണ്ടി വന്നല്ലോ ഈശ്വര. ഇനി നീ അങ്ങോട്ട് പോകണ്ട. നാളെ മുതൽ ആ ജോലിക്ക് പോകണ്ട മോളെ. എനിക്ക് നിൻ്റെ ഈ കാശൊന്നും വേണ്ട. എൻ്റെ അസുഖം അറിയില്ലെങ്കിലും സാരില്ല. എൻ്റെ മോൾക്കൊന്നും പറ്റരുത്. നാളെ മുതൽ നീ വീട്ടിലിരുന്നു കുഞ്ഞെ, സുജാത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമൃത അമ്മയുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി അവരെ ശാന്തമാക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിനാണ് അപ്പി കരയുന്നത്? അമൃത അമ്മയുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. ആ അമ്മ അറിവില്ലായ്മ കൊണ്ട് ചെയ്തല്ലേ. അവർക്ക് രോഗമുള്ളത് കൊണ്ടല്ലേ. കാശി സാർ എന്നോട് പറഞ്ഞു അവരുടെ മൂഡ് നോക്കി മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആദ്യ ദിവസം ആയതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അങ്ങ് അറിയില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. നാളെ മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മു അവർക്ക് വാക്കു കൊടുത്തു. എന്നാലും മോളെ, എനിക്ക് പേടിയാടി, സുജാത വിതുമ്പി. അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? 6 മാസം, വെറും 6 മാസം. ഞാൻ ഇവിടെ നിന്നാൽ അമ്മയുടെ ഓപ്പറേഷനുള്ള പണമാകും. പുറത്തുനിന്ന് എവിടെയും കിട്ടാത്ത അത്രയും വലിയ തുകയാണ് അവർ ശമ്പളമായി തരുന്നത്. അഭിമാനം നോക്കി സ്വന്തം അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഈ അമൃത വിചാരിച്ചാൽ ഇതൊക്കെ സിമ്പിളായി നോക്കാൻ പറ്റും. അമ്മ നോക്കിക്കോ. അവർ അമ്മയുടെ കയ്യിൽ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. മകളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സുജാതക്ക് ഒടുവിൽ മറുപടിയില്ലാതെ തലയാട്ടേണ്ടി വന്നു. എങ്കിലും അവരുടെ ഉള്ളിലെ ആശങ്ക പൂർണ്ണമായി മാറിയിരുന്നില്ല. അപ്പോഴും അമൃത ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിലും നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഭയം അവളുടെ ഉള്ളിലും ബാക്കിയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ അമൃതയുടെ മനസ്സിൽ ഭയത്തേക്കാൾ കൂടുതൽ ഒരു ദൃഢനിശ്ചയമായിരുന്നു. കയ്യിലെ പൊള്ളലേറ്റ ഭാഗത്ത് അമ്മ രാത്രി പുരട്ടിത്തന്ന മരുന്ന് കാരണം നീറ്റൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ നെറ്റിൽ ഉമ്മ വെച്ച് പ്രാർത്ഥനയോടെ അവൾ വീണ്ടും ശങ്കര നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. ഇന്നലത്തെ അനുഭവം ഒരു പാഠമായിരുന്നു. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവൾ വിചാരിച്ചതിലും ബുദ്ധിമുട്ടേറിയതായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഒരാഴ്ച അമൃതക്ക് കഠിനമായ പരീക്ഷണങ്ങളുടേതായിരുന്നു.
കാശിയുടെ അമ്മ രാവിലെ എഴുന്നേറ്റാൽ ആരോടും മിണ്ടില്ല. അമൃത അടുത്ത് ചെല്ലുമ്പോൾ ഒരുതരം വിദ്വേഷത്തോടെ അവർ മുഖം തിരിക്കും. ലീലേച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞിയോ സൂപ്പോ ഓട്സോ ഒന്നും അവർ കഴിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അമൃത സ്പൂൺ എടുത്ത് മുന്നോട്ട് നീട്ടുമ്പോഴേക്കും അവർ കൈകൊണ്ട് അത് തട്ടി മാറ്റാൻ ആംഗ്യം കാണിക്കും. ഒടുവിൽ അമ്മയുടെ വാശി കൂടുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് കാശി ഇറങ്ങി വരും. ആ സമയങ്ങളിൽ അമൃത മാറി നിൽക്കും. കാശി വന്ന് കട്ടിലിൻ്റെ അരികിലിരുന്ന് വളരെ ക്ഷമയോടെ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് ആ പാത്രം വാങ്ങി സ്വന്തം കൈകൊണ്ട് അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കും. കാശി കൊടുക്കുമ്പോൾ അവർ വലിയ വാശികളൊന്നും കാണിക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കഴിക്കുന്നത് അമൃത അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അമ്മക്ക് മകനോട് മാത്രമാണ് ആകെ ഒരു അടുപ്പമുള്ളത്. പക്ഷെ ഒരു കാര്യം അമൃത ശ്രദ്ധിച്ചു. കാശി ഭക്ഷണം വാരിക്കൊടുക്കുമ്പോഴും അവരുടെ മുഖത്തൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എന്തോ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നത് പോലെയൊരു ഭാവമായിരുന്നു അവർക്ക്. ലീലേച്ചി ഉണ്ടാക്കുന്ന പഥ്യമുള്ള ഭക്ഷണങ്ങളും ഉപ്പില്ലാത്ത കഞ്ഞിയും കുറുക്കുകളും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അമൃതക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാവിലെ അടുക്കളയിൽ ലീലേച്ചി പതിവ് പോലെ അമ്മക്കുള്ള കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു. അമൃത അവരുടെ അരികിലേക്ക് ചെന്നു. ലീലേച്ചി, അമൃത പതുക്കെ വിളിച്ചു. എന്താ മോളെ? ലീലേച്ചി തിരിഞ്ഞു നോക്കി. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തരുമോ? ഇന്ന് അമ്മക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോട്ടെ പ്ലീസ്. അമൃതയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ലീലേച്ചി ഒന്ന് സംശയിച്ചു. അയ്യോ മോളെ, പിന്നെ കാശിമോ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. അതല്ല ചേച്ചി, ഞാൻ കനമുള്ള ആഹാരമൊന്നും ഉണ്ടാക്കില്ല. അമ്മക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ നല്ല രുചിയുള്ള നാടൻ ഭക്ഷണം. ഈ ചപ്പും ചവറും പോലെയുള്ള കുറുക്കുകൾ എന്നും കഴിച്ച് മടുത്തിട്ടാവും അമ്മക്ക് ദേഷ്യം വരുന്നത്. നമ്മളാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ എന്നും ഇത് കഴിച്ചാൽ ദേഷ്യപ്പെടില്ലേ? ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ചേച്ചി പ്ലീസ്. അമൃത ലീലേച്ചിയുടെ കൈകളിൽ പിടിച്ച് നിർബന്ധിച്ചു. അമൃതയുടെ ചോദ്യത്തിൽ ആത്മാർത്ഥത കണ്ടപ്പോൾ ലീലേച്ചിയുടെ മനസ്സൊന്ന് അലിഞ്ഞു. ശരി മോളെ, കാശിമോൻ മുകളിൽ കമ്പ്യൂട്ടറിൽ എന്തോ ജോലിയിലാണ്. ഇറങ്ങി വരാൻ സമയമുണ്ട്. നീ വേഗം നോക്കിക്കോ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അമൃത സന്തോഷത്തോടെ അടുക്കളയുടെ ഭരണം അങ്ങ് ഏറ്റെടുത്തു. അവൾ മനസ്സ് വെച്ച് അമ്മക്കായി നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി തുടങ്ങി. നല്ല അരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം ജീരകവും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് നല്ല സ്വാദുള്ള മരുന്ന് കഞ്ഞി അവൾ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ കൂടെ തൊട്ടുകൂട്ടാൻ ലീലേച്ചിയെ കൊണ്ട് പച്ചപ്പപ്പായയും ചെറുപയറും ഇട്ട് ഒരു ചെറിയ മെഴുക്ക് പുരട്ടിയും തയ്യാറാക്കിപ്പിച്ചു. കഞ്ഞി വെന്ത് പാകമായപ്പോൾ തേങ്ങാപ്പാലിൻ്റെയും ജീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയും മണം മയക്കുന്ന ഒരു നാടൻ സുഗന്ധം ആ അടുക്കളയിലാകെ പടർന്നു. എൻ്റെ മോളെ, മണം കേട്ടിട്ട് എനിക്ക് തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. നീ മിടുക്കി തന്നെ. ലീലേച്ചി അമൃതയെ അഭിനന്ദിച്ചു. അമൃത കഞ്ഞി ഒരു പാത്രത്തിലേക്ക് പകർന്നു. പപ്പായ മെഴുക്ക് പുരട്ടി ചെറിയൊരു പ്ലേറ്റിലും എടുത്തു. എന്നിട്ട് മനസ്സ് നിറയെ പ്രാർത്ഥനയോടെ അവൾ ആ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ അമ്മ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നാടൻ ഭക്ഷണത്തിൻ്റെ മണം മുറിയിലേക്ക് പടർന്നപ്പോൾ തന്നെ അവരുടെ മൂക്ക് ചെറുതായി വിടർന്നു. അവർ പതുക്കെ തല തിരിച്ച് അമൃതയുടെ കയ്യിലെ പാത്രത്തിലേക്ക് നോക്കി. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവർ ആ ഭക്ഷണപാത്രത്തിലേക്ക് ഇത്രയും താല്പര്യത്തോടെ നോക്കുന്നത്. അമൃത പതുക്കെ അവരുടെ അരികിലേക്ക് ചെന്നു. മേശപ്പുറത്ത് പാത്രങ്ങൾ വെച്ചു. അമ്മേ, ഇന്ന് ലീലേച്ചിയല്ല ഫുഡ് ഉണ്ടാക്കിയത്, ഈ അമൃതയാ. നല്ല ജീരക കഞ്ഞിയാ, കുറച്ച് കുടിച്ച് നോക്ക്. അമൃത സ്നേഹത്തോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. അമൃത കഞ്ഞിയിൽ നിന്നും ഒരു സ്പൂൺ കോരിയെടുത്ത് പതുക്കെ ഊതി തണുപ്പിച്ചു. എന്നിട്ട് അവരുടെ ചുണ്ടുകളോട് അടുപ്പിച്ചു. ആ അമ്മ ഒരു നിമിഷം അമൃതയുടെ മുഖത്തേക്ക് നോക്കി. എപ്പോഴും കാണാറുള്ള ആ ദേഷ്യം ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ ഇല്ലായിരുന്നു. പകരം ഒരു കൊതിയും പാവത്തവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അമൃതയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പതുക്കെ വായ തുറന്നു. അമൃത സ്പൂൺ അവരുടെ നാവിൽ വെച്ചു കൊടുത്തു. ചൂടും തേങ്ങാപ്പാലിൻ്റെ മധുരവും ജീരകത്തിൻ്റെ രുചിയും അറിഞ്ഞതും അവരുടെ മുഖത്തൊരു വല്ലാത്ത സംതൃപ്തി പടർന്നു. അവർ അത് പെട്ടെന്ന് ഇറക്കി. എന്നിട്ട് വീണ്ടും വായ തുറന്നു. അമൃതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ അടുത്ത സ്പൂൺ കഞ്ഞിയും ഒപ്പം ഒരൽപ്പം പപ്പായ മെഴുക്ക് പുരട്ടിയും അവർക്ക് കൊടുത്തു. ആ അമ്മ ഒട്ടും വാശി കാണിക്കാതെ വളരെ ആസ്വദിച്ചത് കഴിക്കാൻ തുടങ്ങി. ഒരു പാത്രം കഞ്ഞി മുഴുവൻ അവർ മിണ്ടാതെ ഇരുന്ന് കഴിച്ചു തീർത്തു. അതേസമയം അമ്മക്ക് ഭക്ഷണം കൊടുക്കാൻ മുകളിൽ നിന്നിറങ്ങി വന്ന കാശി വാതിലിനരികിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തെ കാഴ്ച കണ്ട് അയാൾ അവിടെ തന്നെ നിന്ന് തടഞ്ഞുപോയി. താൻ ദിവസങ്ങളായി നിർബന്ധിച്ച് കരഞ്ഞു വിളിച്ച് കഴിപ്പിച്ചിരുന്ന തൻ്റെ അമ്മ ഇന്നൊരു അപരിചിതയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും എത്രയോ സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ അമ്മയുടെ മുഖത്ത് ഇപ്പോഴുള്ള ശാന്തതയും തൃപ്തിയും കാശി വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. തൻ്റെ അമ്മയെ ഇത്രയും സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരാളെ കിട്ടിയതിൽ അവൻ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു. അവൻ അവരുടെ സന്തോഷം നശിപ്പിക്കേണ്ട എന്ന് കരുതി പതുക്കെ അവിടെ നിന്നും മാറി നിന്നു. അകത്ത് പാത്രത്തിൽ അവസാന സ്പൂൺ കഞ്ഞിയും കൊടുത്തുകൊണ്ട് അമൃത ആ പാത്രം താഴെ വെച്ചു. അവൾ ഒരു ടവലെടുത്ത് അമ്മയുടെ ചുണ്ടുകൾ വളരെ പതുക്കെ തുടച്ചു കൊടുത്തു.
അമ്മ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായിരുന്നു. അവർ അമൃതയെ നോക്കി കണ്ണുകളൊന്ന് ചിമ്മി. അത് അവരുടെ രീതിയിലുള്ള ഒരു നന്ദി പ്രകടനമായിരുന്നു. അമൃതയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾക്ക് അവരോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൾ പതുക്കെ അവരുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ദേ, ഇപ്പം എൻ്റെ അമ്മ നല്ല കുട്ടിയായല്ലോ, അമൃത ഒരു വലിയ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് അവൾ തൻ്റെ കൈകൾ നീട്ടി ആ അമ്മയുടെ ചുളിവുകൾ വീണ കവിളുകളിൽ വളരെ പതുക്കെ സ്നേഹത്തോടെ തലോടി. ആ അമ്മയും ആ തലോടൽ ആസ്വദിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ പൂട്ടി കട്ടിലിലേക്ക് ചാഞ്ഞു. ജനാലയിലൂടെ വന്ന പ്രകാശം ആ മുറിയിലാകെ ഒരു പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം നിറക്കുന്നത് പോലെ അമൃതയ്ക്ക് തോന്നി. തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസം അവളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞിരുന്നു. അമൃത കൊണ്ടുവന്ന ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ ശങ്കരനിലയത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. ദിവസങ്ങളായി മൂടിക്കെട്ടിക്കിടന്ന ആ മുറിയിൽ ഇപ്പോൾ വല്ലാത്തൊരു ജീവസുറ്റ അന്തരീക്ഷം പടർന്നിരിക്കുന്നു. അന്ന് വൈകുന്നേരം മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് അമൃത വലിയ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ ചിത്രങ്ങൾ ശ്രദ്ധിച്ചത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളായിരുന്നു അവയെല്ലാം. അതിൽ വീൽ ചെയറിലിരിക്കുന്ന ഈ അമ്മയല്ല അമൃത കണ്ടത്. നല്ല സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയും കുങ്കുമവും അണിഞ്ഞ് പട്ടപ്പൊട്ടിട്ട് മുഖത്ത് ഐശ്വര്യം തുളുമ്പുന്ന ചിരിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ. ഒരു ചിത്രത്തിൽ ചെറിയ കുട്ടിയായ കാശിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അവരുടെ മുഖത്തെ ആ പ്രസരിപ്പ് അമൃതയെ ഏറെ ആകർഷിച്ചു. അമൃത പതുക്കെ തിരിഞ്ഞ് കട്ടിലിരിക്കുന്ന അമ്മയെ നോക്കി. ഇപ്പോൾ ഒതുക്കമില്ലാതെ കിടക്കുന്ന നരച്ച മുടിയും നിറം മങ്ങിയ നെയ്റ്റിയും അണിഞ്ഞ് ഒരു ജീവനറ്റ ശില്പം പോലെ അവർ ഇരിക്കുന്നു. രോഗം ഒരു മനുഷ്യനെ എത്രമാത്രമാണ് മാറ്റിമറിക്കുന്നത്. പണ്ടൊക്കെ അമ്മക്ക് സാരി ഉടുക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം മോളെ. പെട്ടെന്ന് പിന്നിൽ നിന്ന് ലീലേച്ചി പറയുന്നത് കേട്ടാണ് അമൃത ചിന്തയിൽ നിന്ന് ഉണർന്നത്. അതെന്താ ചേച്ചി ഇപ്പോൾ നൈറ്റി മാത്രം ഇടിപ്പിക്കുന്നത്? അമൃത ചോദിച്ചു. അരക്ക് താഴെ തളർന്നു പോയതല്ലേ മോളെ. പിന്നെ ഈ മാനസിക അസുഖം കൂടി വന്നപ്പോൾ അവർ സാരി ഉടുപ്പിക്കുക എന്നത് വലിയ പാടാണ്. കൈകാലുകൾ ഇട്ടടിച്ച് ബഹളം വെക്കും. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി കാശിമോൻ കുറേ നൈറ്റികൾ വാങ്ങിത്തന്നു. ഇപ്പോഴത്തെ ഈ കിടപ്പി പിന്നെ ആരാണ് ഇതൊക്കെ നോക്കുന്നത്? ലീലേച്ചി നെടുവീർപ്പിട്ടു. അമൃത ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത മുളപ്പൊട്ടിയിരുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണവും രൂപവും അവരുടെ മാനസികാവസ്ഥയെ ഒരുപാട് സ്വാധീനിക്കുമെന്ന് അവൾ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ അമൃത പതിവിൽ നേരത്തെ ശങ്കരനിലയത്തിലെത്തി. അവളുടെ മനസ്സിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അകത്ത് കയറിയ ഉടൻ അവൾ ലീലേച്ചിയോട് അമ്മയുടെ പഴയ അലമാര തുറന്ന് അതിലിരിക്കുന്ന നല്ലൊരു കോട്ടൺ സാരി എടുത്തു തരാൻ ആവശ്യപ്പെട്ടു. ലീലേച്ചി ആദ്യമൊന്നും മടിച്ചെങ്കിലും അമൃതയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഇളം നീല നിറത്തിലുള്ള മനോഹരമായ സാരി എടുത്തു നൽകി. അമൃത പതുക്കെ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മ അപ്പോൾ കുളി കഴിഞ്ഞ് ഈർപ്പമുള്ള മുടിയോടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ലീലേച്ചിയുടെ സഹായത്തോടെ അമൃത അമ്മക്ക് നെറ്റിക്ക് പകരം സാരി ഉടുപ്പിക്കാൻ തുടങ്ങി. അതൊട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാലുകൾ അനക്കാൻ കഴിയാത്തതുകൊണ്ട് സാരിയുടെ ഞൊറികൾ കൃത്യമായി വെക്കാനും അവരെ ഇരുത്തിക്കൊണ്ട് അത് ചുറ്റിയെടുക്കാനും അമൃതൊന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു. ഇടയ്ക്ക് അമ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് കൈകൾ വീശാൻ തുടങ്ങിയെങ്കിലും അമൃത വളരെ സ്നേഹത്തോടെ അവരുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, ദാ ഈ നീല സാരി അമ്മക്ക് ഭയങ്കര ഭംഗിയാ. ഫോട്ടോയിൽ അമ്മയെപ്പോലെ സുന്ദരിയാവാൻ കേട്ടോ. ഒന്ന് സഹകരിക്കണേ, എൻ്റെ അമ്മയല്ലേ. അമൃത കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ അമ്മ പതുക്കെ ശാന്തമായി. അല്പസമയത്ത് കഠിന പരിശ്രമത്തിനൊടുവിൽ അമൃത അമ്മയെ ഭംഗിയായി സാരി ഉടുപ്പിച്ചു. അതിനുശേഷം അവൾ അമ്മയെ വീൽ ചെയറിലേക്ക് മാറ്റിയിരുത്തി. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലേക്ക് വീൽ ചെയർ നീക്കി നിർത്തിയിട്ട് അമൃത അവരുടെ മുടി ചീകാൻ തുടങ്ങി. ഈർപ്പമുള്ള ആ നരച്ച മുടിയിഴകൾ പതുക്കെ ചീക്കി ഒതുക്കി തലയ്ക്ക് പിന്നിൽ ഭംഗിയായി കെട്ടിവെച്ചു. അടുത്തായി അവൾ കൺമഷി കൈയെടുത്തു. അമ്മേ, കണ്ണുകളൊന്ന് തുറന്നേ. അമൃത പതുക്കെ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ അമൃതക്ക് സ്വന്തം അമ്മ സുജാതയുടെ മുഖമാണ് ഓർമ്മ വന്നത്. വളരെ സൂക്ഷ്മതയോടെ ഒട്ടും വേദനിപ്പിക്കാതെ അവൾ ആ കണ്ണുകളിൽ കൺമഷി എഴുതി കൊടുത്തു. കണ്ണുകൾ എഴുതിയതോടെ ആ മുഖത്തിന് വല്ലാത്തൊരു തെളിച്ചം വന്നു. ഒടുവിൽ മേശപ്പുറത്തിരിക്കുന്ന ചുവന്ന കുങ്കുമത്തിൽ നിന്നും ഒരൽപ്പം എടുത്ത് അവരുടെ നെറ്റിയിൽ ഒരു വട്ടപ്പൊട്ടും തൊട്ടുകൊടുത്തു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. മുന്നിലിരിക്കുന്നത് ദിവസങ്ങളായി താൻ കണ്ടിരുന്ന ആ രോഗിയായ വൃദ്ധയല്ല, ചുവരിയിലെ ചിത്രങ്ങളിൽ കണ്ട അതേ ഐശ്വര്യമുള്ള ശങ്കരനിലയത്തിലെ അമ്മ. അമ്മ കണ്ണാടിയിലേക്ക് നോക്കി സ്വന്തം രൂപം കണ്ടപ്പോൾ അവരുടെ ചുണ്ടുകളിലും ഒരു നേരിയ മന്ദഹാസം വിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവർ തങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞതുപോലെ തോന്നി. കൃത്യം ആ സമയത്താണ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയ കാശി അമ്മയോട് യാത്ര പറയാനായി ആ മുറിയിലേക്ക് വന്നത്. വാതിൽക്കൽ എത്തിയ കാശി അകത്തെ കാഴ്ച കണ്ട് ഒരു നിമിഷം ശ്വാസമടക്കി നിന്നുപോയി. അവൻ്റെ കയ്യിലിരുന്ന ഓഫീസ് ഫയലുകൾ പതുക്കെ താഴെ വീണു. മുന്നിലെ കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അവൻ അമ്മയെ തന്നെ നോക്കി നിന്നു. പ്രസരിപ്പോടെ നിന്നിരുന്ന തൻ്റെ പഴയ അമ്മ
രോഗത്തിൻ്റെ ഇരുണ്ട ഗുഹയിലേക്ക് മറഞ്ഞുപോയി എന്ന് താൻ കരുതിയ തൻ്റെ അമ്മയുടെ പഴയ ചൈതന്യത്തിൻ്റെ അവശേഷിപ്പുകൾ, ആ പ്രകാശവലയം ഇന്ന് അവൻ വീണ്ടും ആ മുഖത്ത് കാണുകയാണ്. കാശിയുടെ നെഞ്ചൊന്നിടിച്ചു. അവൻ്റെ ഗൗരവമായ മുഖത്തെ ആ ഭാവമാറ്റം അമൃത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാശി പതുക്കെ അമ്മയുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മേ. കാശിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അമ്മ പതുക്കെ അവൻ്റെ തലയിൽ കൈവച്ചു. കാശി അമ്മയുടെ കൈകളെടുത്ത് തൻ്റെ കണ്ണുകളോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണീർ അവരുടെ പാദങ്ങളിലേക്ക് വീണു. വർഷങ്ങളായി താൻ കൊതിച്ച, തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ അമ്മയെ തിരികെ കിട്ടിയതുപോലെയാണ് അവന് തോന്നിയത്. അവൻ പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് തിരിഞ്ഞ് അമൃതയുടെ നേർക്ക് നോക്കി. അമൃത ഒരു വശത്ത് കൈകൾ കെട്ടി വിനയത്തോടെ നിൽക്കുകയായിരുന്നു. കാശി ഒന്നും സംസാരിച്ചില്ല. ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ കൂടുതൽ അർത്ഥം നൽകുന്നത് നിശബ്ദതയാണല്ലോ. കാശി തൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് അമൃതയെ നോക്കി. ആ നോട്ടത്തിൽ വാക്കുകൾക്ക് അതീതമായ വലിയൊരു നന്ദിയുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ എനിക്ക് തിരികെ തന്നതിന് നന്ദി എന്ന് ആ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. അമൃതയ്ക്ക് ആ നന്ദി പ്രകടനം മനസ്സിലാവുകയും അവൾ തിരികെ ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. കാശി വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അമൃതയും പാത്രങ്ങൾ കഴുകാനായി അടുക്കളയിലേക്ക് പോയി. ഹാളിലെ വലിയ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ടൈ ശരിയാക്കുമ്പോൾ കാശിയുടെ മനസ്സ് നിറയെ അമൃതയുടെ മുഖമായിരുന്നു. ആദ്യ ദിവസം സനൂപ് വഴി ഈ ജോലിക്ക് വരുമ്പോൾ വെറും ഒരു സാധാരണ പെൺകുട്ടി എന്നതിനപ്പുറം അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. തൻ്റെ അമ്മയെ നോക്കാൻ വന്ന മറ്റു പലരെയും പോലെ പണത്തിന് വേണ്ടി മാത്രം വന്ന ഒരാൾ എന്നേ കരുതിയുള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൾ ഈ വീടിൻ്റെ ജീവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. പണത്തിനപ്പുറം തൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കരുതി സ്നേഹത്തോടെ പരിചരിക്കാൻ അവൾ കാണിക്കുന്ന ആ വലിയ മനസ്സ് കാശിയുടെ ഉള്ളിൽ ഒരു പുതിയ തരംഗമുണ്ടാക്കി. അവളുടെ ആ വിനയമുള്ള പെരുമാറ്റവും ആരെയും ആകർഷിക്കുന്ന ആ കണ്ണുകളിലെ തിളക്കവും പ്രതിസന്ധികളിൽ തളരാത്ത ആ ആത്മവിശ്വാസവും എല്ലാം കാശിയുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ പടരുകയായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെണ്ണിന് നൽകാത്തൊരു പ്രത്യേക സ്ഥാനം അവൻ്റെ മനസ്സറിയാതെ അമൃതക്ക് നൽകി തുടങ്ങിയിരുന്നു. അവൻ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ആദ്യമായി ഒരു പ്രണയത്തിൻ്റെ അനുഭൂതി മുട്ടിടുന്നത് അവൻ അറിഞ്ഞു. ശങ്കരനിലയത്തിൻ്റെ വലിയ നിശബ്ദതകളിലേക്ക് അമൃത എന്ന പെൺകുട്ടി പതുക്കെ ഒരു സംഗീതം പോലെ പെയ്തിറങ്ങുകയായിരുന്നു. അന്ന് ദക്ഷമോളുടെ ഓർമ്മ ദിവസമാണ്. ഓഫീസിലേക്ക് പോകുന്നതിനായി കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ കൈവച്ചപ്പോഴും കാശിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. കാർ ശങ്കരനിലയത്തിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചെങ്കിലും അവൻ്റെ ചിന്തകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് ആ കറുത്ത ദിനങ്ങളിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു. ഒരു കാലത്ത് ആ വീടിൻ്റെ ഐശ്വര്യമായിരുന്നു തൻ്റെ അമ്മ. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തകിടമറിഞ്ഞു. ആ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു പേരുണ്ടായിരുന്നു, ദക്ഷ, കാശിയുടെ ജീവനായിരുന്ന അനിയത്തിക്കുട്ടി. കാശി ദീർഘനിശ്വാസത്തോടെ കാറിൻ്റെ വേഗത കുറച്ചു. ഓർമ്മകൾ ഒരു വേട്ടമൃഗത്തെ പോലെ അവനെ കടന്നാക്രമിച്ചു. അമ്മയുടെ കണ്ണിലുണ്ണിയായിരുന്നു ദക്ഷമോൾ. അവളെ ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അമ്മ വളർത്തിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവൾ ആ പ്രണയത്തിൽ ചെന്ന് ചാടുന്നത്. കണ്ട മാത്രയിൽ ആരെയും ആകർഷിക്കുന്ന ഒരു ചെറുക്കൻ. കാശിയും അമ്മയും അവളെ വിലക്കാൻ നോക്കിയതാണ്. പക്ഷെ പ്രണയത്തിൻ്റെ അന്ധതയിൽ അവൾ ആ ചതി തിരിച്ചറിഞ്ഞില്ല. ഒടുവിൽ അവളെ കളിപ്പാട്ടം പോലെ ഉപയോഗിച്ച് ഗർഭിണിയാക്കി അവൻ മറ്റൊരു പെണ്ണിനെ തേടിപ്പോയ ദിവസം ദക്ഷയുടെ ലോകം അവസാനിച്ചു. ആ അപമാനവും സങ്കടവും താങ്ങാൻ കഴിയാതെ അവൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. മകളുടെ ജീവനറ്റ ശരീരം കണ്ട് അമ്മ അന്ന് തളർന്നു വീണതാണ്. പിന്നീട് ആ കാലുകൾ ചലിച്ചിട്ടില്ല. എന്നാൽ ശാരീരികപരമായ തളർച്ചയേക്കാൾ അമ്മയെ കൊന്നത് ചുറ്റുമുള്ളവരുടെ വാക്കുകളായിരുന്നു. ദക്ഷയുടെ മരണവിവരമറിഞ്ഞെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ആ അമ്മയെ വെറുതെ വിട്ടില്ല. നല്ലതുപോലെ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയതിൻ്റെ കേടായത്. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ആ സ്ത്രീക്ക് അറിവില്ലായിരുന്നു. സ്വന്തം മകൾ ഒരുവൻ്റെ കൂടെ ഒളിച്ചോടാൻ നോക്കിയിട്ടും ഈ തള്ള അതറിഞ്ഞില്ലേ? നീ ഒന്നും നല്ലൊരു അമ്മയല്ല. ബന്ധുക്കളുടെ ആ കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും ആ അമ്മയുടെ കാതുകളിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്വന്തം മകളെ നഷ്ടപ്പെട്ട സങ്കടവും അതിനൊപ്പം നീ കാരണമാണ് മകൾ മരിച്ചത് എന്ന സമൂഹത്തിൻ്റെ ക്രൂരമായ കുറ്റപ്പെടുത്തലും താങ്ങാൻ ആ അമ്മയുടെ മനസ്സിന് ശേഷിയുണ്ടായിരുന്നില്ല. ആ വലിയ ആഘാതത്തിലാണ് പതുക്കെ പതുക്കെ അവരുടെ മനസ്സിൻ്റെ താളം തെറ്റിയത്. അവർ സ്വയം ഒരു ഇരുണ്ട ലോകത്തേക്ക് ഒളിച്ചു. ആരോടും സംസാരിക്കാതെ, ഒന്നിനോടും പ്രതികരിക്കാതെ ഒരു ജീവച്ഛവമായി മാറി. അന്ന് ആ തകർച്ചയിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നത് അവനെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. ആ അമ്മയാണ് ഇന്നൊരു സാധാരണ പെൺകുട്ടി സ്നേഹം കൊണ്ട് തിരികെ കൊണ്ടുവരുന്നത്. അമൃത. കാശി അറിയാതെ ആ പേര് ചുണ്ടുകളിൽ ഉച്ചരിച്ചു. അവൾ വെറും ഒരു ഹോം നേഴ്സല്ല. ശങ്കരനിലയത്തിലെ ഇരുട്ടിലേക്ക് ദൈവം അയച്ചൊരു വെളിച്ചമാണ് അവൾ. തൻ്റെ അമ്മയുടെ മനസ്സിലെ പഴയ മുറിവുകൾ ഉണക്കാൻ അമൃതയ്ക്ക് കഴിയുമെന്ന് കാശിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞിരുന്നു. അവളോടുള്ള ബഹുമാനവും ഉള്ളിൽ മുട്ടിട്ട പ്രണയവും കാശിയുടെ ഹൃദയത്തെ കൂടുതൽ ആർദ്രമാക്കി.
കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി സ്റ്റിയറിങ്ങിലേക്ക് തല ചായ്ച്ചിരിക്കുമ്പോഴും കാശിയുടെ ഉള്ളിൽ ദക്ഷയുടെ ഓർമ്മകൾ ഒരു കനലായി എരിയുന്നുണ്ടായിരുന്നു. അതെ, ഇന്ന് ദക്ഷയുടെ ഓർമ്മ ദിവസമാണ്. ഈ ദിവസം എന്നും ശങ്കരനിലയത്തിൽ വലിയൊരു ശൂന്യതയാണ് സമ്മാനിക്കാറുള്ളത്. അമ്മയുടെ മനസ്സ് വീണ്ടും പഴയ ഇരുട്ടിലേക്ക് വീണു പോകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് കാശി അന്ന് ഓഫീസിലേക്ക് പോയത്. അതേസമയം ശങ്കരനിലയത്തിൽ പതിവ് പോലെ അമൃത അടുക്കളയിൽ ലീലേച്ചിയോടൊപ്പം ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അമ്മയുടെ രൂപത്തിലും ഭക്ഷണത്തിലും വന്ന മാറ്റങ്ങൾ നൽകിയ സന്തോഷത്തിലായിരുന്നു അവൾ. എന്നാൽ ഉമ്മറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് അമൃതയും ലീലേച്ചിയും അങ്ങോട്ട് നോക്കിയത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നത് കാശിയുടെ അകന്നൊരു ബന്ധുവായ വിശ്വനാഥനായിരുന്നു. ദക്ഷയുടെ മരണസമയത്ത് ആ കുടുംബത്തെ ഏറ്റവും കൂടുതൽ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചവരിൽ ഒരാൾ അയാളായിരുന്നു. മുഖത്ത് കൃത്രിമമായ ഒരു ദുഃഖം വരുത്തി തീർത്താണ് അയാൾ പൂമുഖത്തേക്ക് കയറി വന്നത്. ലീല, കാശി പോയി ഇവിടെ ഇല്ലേ? ഹാളിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശ്വനാഥൻ അധികാരത്തോടെ ചോദിച്ചു. ഇല്ല വിശ്വേട്ടാ, മോൻ ഓഫീസിലേക്ക് പോയി, വരാൻ വൈകും, ലീലേച്ചി മറുപടി നൽകൂ. ഇന്ന് ദക്ഷമോളുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് ഒന്ന് കയറാമെന്ന് കരുതി. സന്ധ്യ എവിടെയുണ്ട്? മുറിയിലുണ്ടോ? അയാൾ ഗൗരവത്തോടെ അമ്മയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അമൃതക്ക് അയാളുടെ ഭാവവും സംസാര രീതിയും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലീലേച്ചിയുടെ മുഖം ഭയം കൊണ്ട് വിളറുന്നത് അവൾ ശ്രദ്ധിച്ചു. വിശ്വനാഥൻ പതുക്കെ അമ്മയുടെ മുറിയുടെ വാതിൽ തുറന്നു. ജനാലക്കരികിൽ പതിവ് പോലെ ഇരിക്കുകയായിരുന്നു സന്ധ്യ. അമൃതയുടെ സ്നേഹപരിചരണം കൊണ്ട് അവരുടെ മനസ്സും ഹൃദയവും സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല സമയമായിരുന്നു അത്. അമ്മയുടെ അരികിലേക്ക് ചെന്ന വിശ്വനാഥൻ കപടമായ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയായാലും 1 വർഷം കൂടി കടന്നുപോയി. ഇന്ന് നമ്മുടെ ദക്ഷമോൾ പോയ ദിവസമാണ്. ആ പേര് കേട്ടതും അമ്മയുടെ ശരീരം ഒന്ന് വിറച്ചു. അവർ ശൂന്യമായ കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി. നീ എങ്ങനെ സുഖമില്ലാതെ ജീവിക്കുന്നു? പക്ഷെ ആ കൊച്ചിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാകുമോ? ഞാൻ അന്നും ഇന്നും പറയും, നീ കാരണമാണ് ആ കുട്ടി ഇല്ലാതായത്. ഒരു പെൺകുച്ചിനെ എങ്ങനെ വളർത്തണമെന്ന് നിനക്കറിവില്ലായിരുന്നു. അവൾക്ക് അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തു. ഒടുവിൽ അവൾ ആ ചതിയിൽ ചെന്ന് ചാടി. നാട്ടുകാരുടെ മുന്നിൽ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കളഞ്ഞു വിളിച്ചിട്ട് അവളങ്ങ് പോയി. ആ ആൺപിള്ളേരുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പെൺകുട്ടികളെ അടക്കി ഒതുക്കി വളർത്താതെത്തത് നിന്റെ തെറ്റല്ലേ? നീ ഒരു നല്ല അമ്മയായിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. വിശ്വനാഥൻ്റെ ഓരോ വാക്കും സന്ധ്യയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കൂർത്ത അമ്പുകൾ പോലെയായിരുന്നു. ഒരാഴ്ചയായി അമൃത കെട്ടിയുയർത്തിയ അവരുടെ മാനസിക സുരക്ഷിതത്വം ആ ഒരൊറ്റ സംസാരം കൊണ്ട് തകർന്നു തരിപ്പണമായി. വിദ്വേഷവും കുറ്റപ്പെടുത്തലുകളും നിറഞ്ഞ ആ പഴയ കറുത്ത ഓർമ്മകൾ അമ്മയുടെ തലച്ചോറിനെ വീണ്ടും വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അവരുടെ ശ്വാസമെടുപ്പ് വേഗത്തിലായി. കൈകൾ വിറച്ചു. താൻ പറയാൻ വന്ന വിഷം മുഴുവൻ ഛർദ്ദിച്ച ശേഷം വിശ്വനാഥൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അടുക്കളയിൽ നിന്ന് അമ്മക്കുള്ള ഉച്ചഭക്ഷണവുമായി അമൃത പതുക്കെ മുറിയിലേക്ക് നടന്നു വന്നു. അമ്മേ, ദാ നല്ല ചൂട് കഞ്ഞിയും പയറും കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അമൃത പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് ചെന്നു. എന്നാൽ അമ്മയുടെ ഭാവം കണ്ട് അവൾ ഞെട്ടിപ്പോയി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന അവരുടെ കണ്ണുകൾ വിടർന്നിരുന്നു. ചുണ്ടുകൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിലെ കുങ്കുമപ്പൊട്ട് അവർ കൈകൊണ്ട് തിരുമ്മി പടർത്തിയിരുന്നു. അമ്മേ, എന്താ, എന്തുപറ്റി? അമൃത പരിഭ്രാന്തിയോടെ ഭക്ഷണപാത്രം മേശപ്പുറത്ത് വെച്ച് അവരുടെ കൈകളിൽ പിടിക്കാൻ നോക്കി. വേണ്ട, എന്നെ തൊടരുത്. അമ്മ പെട്ടെന്ന് ഭ്രാന്തമായ ആവേശത്തോടെ ഉറക്കെ നിലവിളിച്ചു. അമ്മേ, ഇത് ഞാനാ അമൃത, കഞ്ഞി കുടിക്കാമേ. അമൃത സ്പൂൺ എടുത്ത് മുന്നോട്ട് നീട്ടി. എനിക്ക് വേണ്ട, എല്ലാവരും ഞാൻ കാരണമാന്നാ പറയുന്നത്. ഞാൻ നല്ലൊരു അമ്മയല്ല. ആക്രോശിച്ചുകൊണ്ട് അമ്മ തൻ്റെ 2 കൈകളും വായുവിൽ ശക്തമായി വീശി. അമൃതയുടെ കയ്യിലിരുന്ന ഭക്ഷണപാത്രം ദൂരേക്ക് തെറിച്ചു വീണു. മാർബിൾ തറയിൽ പടർന്നു. അമ്മ വീൽചെയറിൽ ഇരുന്ന് വല്ലാതെ വയലൻ്റ് ആകാൻ തുടങ്ങി. അവർ തലയണകളും കട്ടിലെ വിരികളും കൈയെത്തിച്ച് വലിച്ച് താഴേക്കിട്ടു. സ്വയം തലക്കടിക്കാനും നിലവിളിക്കാനും തുടങ്ങി. അവരെ ശാന്തമാക്കാൻ വേണ്ടി അമൃത ഭയത്തോടെ ഓടിച്ചെന്ന് അവരുടെ കൈകളിൽ ബലമായി പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അമ്മ, അടങ്ങ്, ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യല്ലേ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഒരു ഭ്രാന്തമായ കരുത്ത് കൈവന്ന അവർ അമൃതയെ ശക്തമായി ദൂരേക്ക് തള്ളിയിട്ടു. അപ്രതീക്ഷിതമായ തള്ളലിൽ അമൃത ബാലൻസ് തെറ്റി പുറകോട്ട് മറിഞ്ഞു വീണു. അവളുടെ തല മേശയുടെ കോണിൽ ശക്തമായി ഇടിച്ചു. ശരിക്ക് ആ നിമിഷത്തിലാണ് പുറത്തുനിന്ന് കാശി ഓടിയെത്തിയത്. ഓഫീസിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയ വല്ലാത്തൊരു അസ്വസ്ഥത കാരണമാണ് അവൻ പകുതി വഴിക്ക് തിരികെ പോന്നത്. ഹാളിൽ കേട്ട നിലവിളി കേട്ട് അവൻ ഓടി മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അവനെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. അമ്മ വീൽചെയറിലിരുന്ന് ആക്രോശിക്കുന്നു. മുറിയിലാക്കി ഭക്ഷണം ചിതറിക്കിടക്കുന്നു. അമൃത തറയിൽ വീണ് കിടക്കുന്നു. ദിവസങ്ങളായി ശാന്തമായിരുന്ന അമ്മ ഇന്ന് വീണ്ടും ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് കണ്ടപ്പോൾ കാശിയുടെ യുക്തി നഷ്ടപ്പെട്ടു.
ഇന്ന് ദക്ഷയുടെ ഓർമ്മ ദിവസമായതിനാൽ അവൻ്റെ മനസ്സും വല്ലാത്തൊരു കലുഷിതാവസ്ഥയിലായിരുന്നു. അമൃത എന്തോ ചെയ്തതുകൊണ്ടാണ് അമ്മ വീണ്ടും ഇത്ര വയലൻ്റ് ആയതെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അമൃത! കാശിയുടെ സിരകളിൽ ദേഷ്യം ഇരച്ചു കയറി. അവൻ അമൃതയുടെ നേർക്ക് തിരിഞ്ഞ് ഗർജിച്ചു. നീ എന്തേ കാണിച്ചേ? നീ എൻ്റെ അമ്മയെ എന്താ ചെയ്തത്? അമൃത കാശിയുടെ ഭാവം കണ്ട് ഭയന്നുപോയി. സർ, ഞാനൊന്നും ചെയ്തില്ല, അവൾ വിക്കി വിക്കി പറയാൻ ശ്രമിച്ചു. മതി, എനിക്ക് നിന്റെ ഒരു ന്യായീകരണവും കേൾക്കണ്ട. കാശി അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നിനക്ക് അമ്മയെ നോക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പണത്തിന് വേണ്ടിയാണെങ്കിലും എൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ വെച്ച് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇനിയും നീ എൻ്റെ അമ്മയുടെ മുന്നിൽ നിൽക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട. ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. ഗെറ്റ് ഔട്ട്. അമൃതയുടെ നെഞ്ചിൽ ആ വാക്കുകൾ ഒരു കൊടുങ്കാറ്റു പോലെയാണ് വന്നു പതിച്ചത്. തൻ്റെ ആത്മാർത്ഥതയും സ്നേഹത്തെയും അവൻ ഒറ്റ നിമിഷം കൊണ്ട് സംശയിച്ച് കളഞ്ഞു. സ്വന്തം അമ്മയുടെ ചികിത്സക്കായി താൻ എത്രത്തോളം സഹിച്ചാണ് ഇവിടെ നിന്നതെന്ന് കാശിക്കറിയില്ലല്ലോ. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. തലയിലെ മുറിവിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ വലിയ ചോരയൊഴുക്ക് അവളുടെ ഹൃദയത്തിലായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. തന്നെ വിശ്വസിക്കാത്ത ഒരാളോട് ഇനി എന്ത് പറയാൻ? അവൾ തൻ്റെ ബാഗും എടുത്ത് കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഓടിയിറങ്ങി. ഹാളിൽ നിൽക്കുകയായിരുന്ന ലീലേച്ചി അവളെ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും അമൃത നിൽക്കാതെ ശങ്കരനിലയത്തിൻ്റെ പടവുകൾ ഇറങ്ങി പുറത്തേക്ക് ഓടി. ആ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് എത്തുമ്പോഴും അവളുടെ കാതുകളിൽ കാശിയുടെ ഇറങ്ങിപ്പോകൂ എന്ന ക്രൂരമായ വാക്കുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ ചെറിയ വാടക വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ അവൾ പൂർണ്ണമായും തളർന്നിരുന്നു. അകത്തേക്ക് കയറിയ അമൃതയെ കണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്ന സുജാത ഞെട്ടി എഴുന്നേറ്റു. മക്കളുടെ അലങ്കോലമായ മുടിയും കണ്ണീരൊഴുകുന്ന മുഖവും തലയിലെ ചോരപ്പാടും കണ്ട് ആ അമ്മയുടെ നെഞ്ചു പിടഞ്ഞു. മോളെ, അമ്മു, എന്താ പറ്റിയത്? സുജാത പരിഭ്രമത്തോടെ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ ആ ചൂടിലേക്ക് വീണതും അമൃതയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൾ സുജാതയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ വിതുമ്പി. അമ്മേ, എനിക്ക് ആ ജോലി വേണ്ട അമ്മേ. ഇനി ഞാൻ ശങ്കരനിലയത്തിലേക്ക് പോകില്ല. അവൾ കരച്ചിലിനിടയിൽ വിക്കി വിക്കി പറഞ്ഞു. കരയല്ലേ മോളെ, എന്താ ഉണ്ടായതെന്ന് അമ്മയോട് പറ. സുജാതയുടെ കണ്ണുകളും നിറഞ്ഞു. അവർ എന്നെ തെറ്റിദ്ധരിച്ചു അമ്മ. ഞാൻ അമ്മയെ ഉപദ്രവിച്ചെന്ന് കാശി സാറ് പറഞ്ഞു. എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു അമ്മേ. അവളുടെ വാക്കുകൾ സങ്കടം കൊണ്ട് മുറിഞ്ഞു പോയി. സുജാത മകളെ ആശ്വസിപ്പിക്കാനായി അവളുടെ തലയിൽ പതുക്കെ തലോടി. സാരമില്ല മോളെ, നീ കരയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ജോലിക്ക് പോകരുതെന്ന്. നമ്മുടെ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ അസുഖം മാറിയില്ലെങ്കിലും വേണ്ടില്ല. എനിക്ക് എൻ്റെ മോളുടെ അഭിമാനമാണ് വലുത്. നീ ഇനി അങ്ങോട്ട് പോകണ്ട. അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുമ്പോഴും അമൃതയുടെ മനസ്സിൽ ശങ്കരനിലയത്തിലെ ആ രോഗിയായ അമ്മയുടെ മുഖവും കാശിയുടെ തീക്ഷ്ണമായ ആ തെറ്റിദ്ധരിച്ച നോട്ടവും ഒരു വിങ്ങലായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. താൻ ഏറെ ആഗ്രഹിച്ച ചികിത്സാ പണം ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ അവൾ തളർന്നിരുന്നു. ശങ്കരനിലയത്തിൻ്റെ വലിയ ഹാളിൽ അപ്പോൾ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞിട്ടും കാശിക്കുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അമൃതയെ അത്രയും ക്രൂരമായി ഇറക്കി വിട്ടതിന് ശേഷം അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ദേഷ്യം അടങ്ങിയപ്പോൾ എവിടെയോ ഒരു കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ പതുക്കെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി അമ്മയുടെ മുറിയുടെ വാതിൽ തുറന്നു. മുറിയിൽ നേർത്തൊരു ലൈറ്റ് മാത്രം കത്തുന്നുണ്ടായിരുന്നു. കട്ടിലിൽ ശാന്തമായി കിടക്കുന്ന അമ്മയുടെ അരികിലേക്ക് അവൻ ചെന്നു. അവരുടെ മുഖത്തെ ആക്രോശമെല്ലാം മാറി ഇപ്പോൾ വല്ലാത്തൊരു ശാന്തത വന്നിട്ടുണ്ടായിരുന്നു. കാശി അവരുടെ കയ്യിലിരുന്ന് ആ കൈകൾ പതുക്കെ തൻ്റെ കയ്യിലെടുത്തു. പെട്ടെന്നാണ് അമ്മ കണ്ണു തുറന്നത്. അവരുടെ കണ്ണുകളിൽ മുമ്പെങ്ങും കാണാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാവാം അവർ ഇത്രയും നോർമലായി കാശിയെ നോക്കുന്നത്. മോനെ കാശി. ആ ശബ്ദം കേട്ട് കാശി ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്? കാശി അവരുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ കാശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മോനെ, ആ കുട്ടി അമൃത, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. അമ്മയുടെ വാക്കുകൾ കേട്ട് കാശി തടഞ്ഞുപോയി. അവൻ ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കി. ഇന്ന് വിശ്വനാഥ് ഇവിടെ വന്നിരുന്നു. വിശ്വനാഥിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ശബ്ദത്തിൽ വിറയൽ പടർന്നു. കണ്ണുകളിൽ സങ്കടവും ദേഷ്യവും മാറി മറിഞ്ഞു. അയാൾ വന്ന് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. ദക്ഷമോളുടെ മരണത്തിന് കാരണം ഞാനാണെന്ന് അയാൾ പറഞ്ഞു. ഞാൻ നല്ലൊരു അമ്മയല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം പോയതാടാ. ആ സമയത്താണ് അമൃതമോൾ ഭക്ഷണവുമായി വന്നത്. ഞാൻ ദേഷ്യം കൊണ്ട് ആ പാത്രം തട്ടിത്തെറിപ്പിച്ചു. അവൾ എന്നെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ ഞാൻ അവളെ ശക്തിയായി തള്ളിയിട്ടതാ. എന്നിട്ട് നീ വന്നപ്പോൾ അവളെ ശകാരിച്ചു, ഇവിടുന്ന് ഇറക്കി വിട്ടു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോനെ, അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ കാശിയുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഘാതമായിട്ടാണ് പതിച്ചത്.
താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കിയ പാവം പെൺകുട്ടിയാണ് താൻ ക്രൂരമായി സംശയിച്ചതും ആട്ടിയോടിച്ചതും. അമ്മ വിഷമിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. കാശിയുടെ ശബ്ദം ഇടറിയിരുന്നു. അമ്മയെ ഉറക്കിയതിന് ശേഷം കാശിയുടെ ഉള്ളിൽ വിശ്വനാഥനോടുള്ള കടുത്ത ദേഷ്യമാണ് ഇരച്ചു കയറിയത്. തകർന്നു പോയൊരു കുടുംബത്തെ വീണ്ടും വന്ന് കുത്തി നോവിച്ച് അയാൾ വെറുതെ വിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ അപ്പോൾ തന്നെ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. അർദ്ധരാത്രിയിൽ വിശ്വനാഥൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് കാശി കാർ നിർത്തി. കാറിൻ്റെ ഹോൺ ശക്തമായി മുഴങ്ങുന്നത് കേട്ട് പരിഭ്രമത്തോടെയാണ് വിശ്വനാഥൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. ആരാ ഇത്? കാശിയോ? ഈ സമയത്തെന്താ? അയാൾ പൂർത്തിയാക്കും മുമ്പ് കാശി അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും തീപ്പൊരികൾ ചിതറുന്നുണ്ടായിരുന്നു. എന്താ നീ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞത്? കാശിയുടെ ഗർജനം കേട്ട് വിശ്വനാഥ് ശരിക്കും ഭയന്ന് വിറച്ചുപോയി. ഇത്രയും കാലം എൻ്റെ കുടുംബത്തെ തകർത്തത് പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും വിഷം ഛർദ്ദിക്കാൻ വന്നത്? ഇനി ഒരു തവണ കൂടി നീ ശങ്കരനിലയത്തിൻ്റെ പടി കടന്നാലോ, എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് സംസാരിച്ചാലോ നിൻ്റെ ശവം പോലും ഇവിടെ ഉള്ളവർക്ക് കിട്ടില്ല. ഓർത്തു വെച്ചോ. അയാളുടെ ശക്തമായി ദൂരേക്ക് തള്ളിയിട്ട് ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ കാശി അവിടെ നിന്നും വണ്ടി തിരിച്ചു. അവൻ്റെ മനസ്സ് മുഴുവൻ അമൃത മാത്രമായിരുന്നു. നേരം വെളുക്കാൻ പോലും അവൻ കാത്തു നിന്നില്ല. അമൃത സനൂപിന് നൽകിയ അഡ്രസ്സ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. നേരെ അവൻ അവളുടെ വാടക വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. രാവിലെ നേരം പുലരുന്ന സമയത്താണ് കാശി അമൃതയുടെ ചെറിയ വീടിന് മുന്നിലെത്തിയത്. താൻ ചെയ്ത തെറ്റിന് അവളോട് മാപ്പ് പറയണം, അവളെ തിരികെ വിളിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അവന്. എന്നാൽ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുന്നത് അവൻ കണ്ടു. കാശി പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നത്. കാശി വേഗം അവരുടെ അരികിലേക്ക് ചെന്നു. ചേച്ചി, ഈ വീട്ടിലെ പെൺകുട്ടിയും അമ്മയും എവിടെയെങ്കിലും പോയോ? അയ്യോ, അത് മോനെ, ഇന്നലെ രാത്രി അമൃതയുടെ അമ്മ സുജാതക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് വല്ലാതെയായി. ഒടുവിൽ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് അവരെ ടൗണിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അമൃതമോൾ അവിടെ ഒറ്റക്കാണ്. ആ വാർത്ത കേട്ടതും കാശി ഒരു നിമിഷം പോലും കളയാതെ അവൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിച്ചു. ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിന് മുന്നിലെ നീണ്ട ഇടനാഴിയിൽ വല്ലാത്തൊരു ശൂന്യതയോടെ ആകെ തളർന്നിരിക്കുന്ന അമൃതയെയാണ് കാശി കണ്ടത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഭാവി അറിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവളുടെ ആ രൂപം കണ്ടപ്പോൾ കാശിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അമൃത, അവൻ വളരെ ആർദ്രമായി വിളിച്ചു. ആ ശബ്ദം കേട്ട് അമൃത പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അവളുടെ ഉള്ളിലെ സങ്കടത്തിൻ്റെ അണക്കെട്ട് പൊട്ടിപ്പോയി. ഇന്നലെ അവൻ തന്നോട് ദേഷ്യപ്പെട്ടതും തന്നെ അവിടുന്ന് ഇറക്കി വിട്ടതുമെല്ലാം ഒരു നിമിഷം അവൾ മറന്നു. ഈ ലോകത്ത് താൻ ഇപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന ഭയത്തിലായിരുന്നു അവൾ. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. അവനോട് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയൊരു സുരക്ഷിതത്വ ബോധം കാരണം അവൾ ഓടിച്ചെന്ന് കാശിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കാശി ഒരു നിമിഷം സ്തംഭിച്ചു പോയെങ്കിലും പതുക്കെ തൻ്റെ കൈകൾ കൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി വിതുമ്പുകയായിരുന്നു. എന്നോട് ക്ഷമിക്കമൃത, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അറിവില്ലാതെ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്ക്. കാശി അവളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം അമൃത പതുക്കെ അവനിൽ നിന്നും മാറി നിന്നു. അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ അമ്മക്ക് പെട്ടെന്ന് അസുഖം കൂടി സാർ. ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇത്രയും വലിയൊരു തുക ഞാൻ ഇനി എവിടുന്നുണ്ടാക്കും? എനിക്കൊന്നും അറിയില്ല സാർ. അവൻ അവളുടെ 2 കൈകളും തൻ്റെ കൈകൾക്കുള്ളിലാക്കി. തീക്ഷ്ണമായ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമായിരുന്നില്ല, പകരം വല്ലാത്തൊരു സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അമൃത, നീ ഇനി ഒന്നിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നിൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിക്കോളാം. അതിനുള്ള എല്ലാ ചിലവുകളും ഞാൻ ഏറ്റെടുക്കുന്നു. അമൃത അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. സർ, അത് അത്രയും വലിയൊരു തുക ഞാൻ എങ്ങനെ ആ കടം വീട്ടും? എനിക്ക് തരാൻ. കാശി അവളെ തടഞ്ഞു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു നേരിയ മന്ദഹാസം വിരിഞ്ഞു. ഈ കടങ്ങൾക്കൊക്കെ പകരമായി നിൻ്റെ ഈ ജീവിതം എനിക്ക് തന്നേക്കുവോ? ഈ ശങ്കരനിലയത്തിൻ്റെ വെളിച്ചമായി എൻ്റെ ജീവിത പങ്കാളിയായി നീ കൂടെയുണ്ടാവുമോ അമൃത? കാശിയുടെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് അമൃത ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൾ അവനെ തന്നെ നോക്കി തറഞ്ഞു നിന്നു. അമൃത ഒന്നും മിണ്ടാതെ അവനിൽ നിന്ന് മാറി നിന്നു. കാശിയോട് അവൾക്ക് ഒരിഷ്ടമുണ്ടെങ്കിലും സ്വന്തം നില മറക്കാൻ വയ്യായിരുന്നു അവൾക്ക്. കാശിയുടെ വാക്കുകൾ അവളിൽ ഒരേ സമയം വലിയൊരു ആശ്വാസവും അതിലേറെ പരിഭ്രമവും നിറച്ചിരുന്നു. താൻ ഒരു സാധാരണ വാടക വീട്ടിൽ കഴിയുന്ന പെൺകുട്ടി, അവനാകട്ടെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ. തൻ്റെ നിലയും വിലയും മറന്ന് ആ വലിയ കൊട്ടാരത്തിലേക്ക് ഒരു രാജ്ഞിയായി കയറാൻ അവളുടെ മനസ്സ് പെട്ടെന്ന് അനുവദിച്ചില്ല.
കാശിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു എന്നത് സത്യമാണ്. എങ്കിലും ഒരു മൗനത്തോടെ അവൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാശി അതിന് അവളെ നിർബന്ധിച്ചതുമില്ല. അവളുടെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് ആ തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് നിന്റെ മറുപടി ഇപ്പോൾ വേണ്ട അമൃത. ആദ്യം സുജാത അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കാശി വളരെ ശാന്തമായി പറഞ്ഞു. അന്ന് തന്നെ സുജാതയെ ആ നഗരത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കാശി സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാറ്റി. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഒട്ടും സമയം കളയാതെ സർജറിക്കുള്ള തീയതി കുറിച്ചു. വലിയൊരു തുക കെട്ടിവെക്കേണ്ടി വന്നിട്ടും കാശിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഭയന്ന് വിറച്ചു നിന്ന അമൃതയ്ക്ക് ഒരു കാവൽ മാലാഖയെ പോലെ അവൻ കൂടെയുണ്ടായിരുന്നു. സർജറി വിജയകരമായി പൂർത്തിയായി. പക്ഷേ പൂർണ്ണമായ വിശ്രമവും കൃത്യമായ പരിചരണവും ആവശ്യമായതിൽ അടുത്ത 2 ആഴ്ചത്തോളം സുജാതയ്ക്ക് ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വന്നു. ആ 2 ആഴ്ചകാലം ശങ്കരനിലയത്തിലെ ഗൗരവക്കാരനായ കാശിനാഥനെയല്ല അമൃത കണ്ടത്. സ്വന്തം അമ്മയെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലായി അവൻ സുജാതയുടെ കാര്യങ്ങൾ നോക്കി നടത്തി. ബിസിനസ് തിരക്കുകൾക്കിടയിലും ദിവസത്തിൽ ഭൂരിഭാഗം സമയവും അവൻ ആ റൂമിൽ തന്നെ ചിലവഴിച്ചു. അമ്മയ്ക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കാനും ഡോക്ടർമാരെ കണ്ട് വിവരങ്ങൾ തിരക്കാനും അവൻ മുന്നിൽ നിന്നു. മോനെ, നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി. കട്ടിലിൽ കിടന്നുകൊണ്ട് സുജാത സ്നേഹത്തോടെ പറയുമ്പോൾ കാശി അവരുടെ കൈകളിൽ പതിയെ തഴുകും. ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാ അമ്മേ? അമ്മ വേഗം സുഖപ്രാപിച്ച് വരാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ്റെ ആ പെരുമാറ്റം സുജാതയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. ഒരു മകനില്ലാത്തതിൻ്റെ വിഷമം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു കാശിയുടെ ഓരോ ഇടപെടലുകളും. 2 ആഴ്ച തികയുമ്പോഴേക്കും സുജാതക്ക് അവൻ സ്വന്തം മകനെപ്പോലെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു. അതേസമയം അമൃത കാശിയിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വരുമ്പോൾ അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ അമ്മയുടെ അരികിൽ വല്ലാതെ ഒതുങ്ങിക്കൂടി നിൽക്കും. പക്ഷെ അവളുടെ ഈ ഒളിച്ചുകളി കാശിക്ക് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം സുജാത പൂർണ്ണ ആരോഗ്യവതിയായി വീട്ടിൽ തിരിച്ചെത്തി. അമ്മക്ക് കൂട്ടായി ലേലേച്ചിയോട് സംസാരിച്ച് ഒരു പുതിയ സഹായിയെ കൂടി കാശി ഏർപ്പാടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് വീണ്ടും ശങ്കരനിലയത്തിലേക്ക് ജോലിക്ക് പോയി തുടങ്ങാൻ കഴിഞ്ഞു. വീണ്ടും വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് പൂമുഖത്തെ പടികൾ കയറുമ്പോൾ അമൃതയുടെ മനസ്സിൽ ഭയമായിരുന്നു. അവൾ നേരെ പോയത് സന്ധ്യമ്മയുടെ മുറിയിലേക്കായിരുന്നു. വാതിൽ തുറന്ന അമ്മയെ അകത്തേക്ക് നോക്കിയ അമൃതയെ കണ്ട് വീൽചെയറിലിരുന്ന സന്ധ്യയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. നെറ്റിയിൽ വട്ടപ്പൊട്ടും ഇളനിറത്തിലുള്ള കോട്ടൺ സാരിയും എടുത്ത് അവർ വളരെ പ്രസന്നവതിയായി ഇരിക്കുകയായിരുന്നു. അമൃതമോളെ. അമ്മ 2 കൈകളും നീട്ടി അവളെ വിളിച്ചു. അമൃത ഓടിച്ചെന്ന് അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ മടിയിലേക്ക് തലചായ്ച്ചു. സന്ധ്യയുടെ കൈകൾ അവളുടെ മുടിയിഴകളിൽ തലോടി. എന്നോട് ക്ഷമിക്കണം മോളെ, അന്ന് ഞാൻ കാരണം. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയ്യോ അമ്മേ, അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. അമൃത അവരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, കാശി എന്നോട് എല്ലാം പറഞ്ഞു. നിന്നെ അവന് എത്രമാത്രം ഇഷ്ടമാണെന്നും അന്ന് എൻ്റെ മകൾ ദക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഈ ശങ്കരനിലയത്തിലെ വെളിച്ചമാണ് അണഞ്ഞു പോയത്. പക്ഷെ ഇന്ന് നീ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട് മകളെ തിരികെ കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. അമ്മ ഒന്ന് നിർത്തി അമൃതയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എൻ്റെ കാശിയുടെ ജീവിത പങ്കാളിയായി, ഈ അമ്മയുടെ മരുമകളായി ഈ ശങ്കരനിലയത്തിലേക്ക് നിനക്ക് വരാവോ മോളെ? നീ കൂടെ ഉണ്ടാവുമെന്ന് ഈ അമ്മക്കൊരു വാക്ക് തരാവോ? അമ്മയുടെ ആ ചോദ്യം അമൃതയ്ക്ക് വലിയൊരു ആശ്ചര്യവും ഒപ്പം അളവറ്റ സന്തോഷവുമാണ് നൽകിയത്. തന്നെ വെറുമൊരു ജോലിക്കാരിയായിട്ടല്ല, മറിച്ച് സ്വന്തം മരുമകളായി അംഗീകരിക്കാൻ ആ അമ്മ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരിക്കുന്നു. കാശിയോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ അണപൊട്ടി ഒഴുകി. നിറഞ്ഞു കവിഞ്ഞ കണ്ണുകളോടെ അമൃത സന്ധ്യമ്മയുടെ കൈകളിൽ മുത്തം കൊടുത്തു. സമ്മതം. അവൾ അവർക്ക് ഉറപ്പ് നൽകി. അമ്മയുടെ മുഖത്ത് ഒരു വലിയ ആശ്വാസത്തിൻ്റെ ചിരി വിരിഞ്ഞു. മുറിയിൽ നിന്നും പുറത്തിറങ്ങി വാതിൽ ചാരിയതേയുള്ളൂ. പെട്ടെന്ന് ശക്തമായ ഒരു കൈ അമൃതയുടെ കയ്യിൽ പിടിമുറുക്കി. അവൾ ഞെട്ടി നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കൈ അവളെ പിടിച്ച് ഹാളിൻ്റെ ഒരു വശത്തുള്ള വലിയ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. മുന്നിൽ നിൽക്കുന്നത് കാശിയാണ്. അവൻ്റെ തീക്ഷ്ണമായ കടുത്ത പ്രണയം കൊണ്ട് ചുരുക്കുകയായിരുന്നു കണ്ണുകൾ. കോട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചിട്ട് ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് കയറ്റിവെച്ച് അവൻ അവളിലേക്ക് അത്രമേൽ അടുത്ത് നിന്നു. കാശി സാർ, എന്തേ കാണിക്കുന്നത്? ആരെങ്കിലും കാണും. അമൃത പരിഭ്രമത്തോടെ ചുറ്റും നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് തള്ളാൻ ശ്രമിച്ചു. ആര് കാണാൻ? ആര് ചോദിക്കാൻ? കാശി അവളുടെ 2 കൈകളും പിടിച്ച് ചുമരിലേക്ക് അമർത്തി വെച്ചു. അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അമൃതയുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. കാശിയുടെ മുഖം അവളുടെ മുഖത്തോട് വളരെ അടുത്തേക്ക് വന്നു. അമ്മയോട് സമ്മതം മൂളുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എന്നോട് നേരിട്ട് പറയാൻ എന്താ ഇത്ര മടി? ഇത്രയും ദിവസമായി എന്നിങ്ങനെ വട്ടം കറക്കിയതിന് എനിക്കിപ്പോൾ തന്നെ എന്തെങ്കിലും വേണം. കാശി അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു.
മാറ്, എനിക്ക് ലീലേച്ചിയുടെ അടുത്ത് പോകണം. അമൃതയുടെ ശബ്ദം പതിഞ്ഞുപോയി. അവളുടെ ഹൃദയം ഒരു യന്ത്രം പോലെ അതിവേഗം ഇടിക്കാൻ തുടങ്ങി. നാണം കൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പോകാം, പക്ഷെ അതിനു മുമ്പ്. കാശി അവളുടെ താടിയിൽ പിടിച്ച് മുഖം അല്പം ഉയർത്തി. ചുവന്നു തൊടുത്ത അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ നോട്ടം നീണ്ടു. കണ്ണുകൾ പൂട്ടി നിൽക്കുന്ന അമൃതയുടെ ആ നിഷ്കളങ്കമായ മുഖം അവന് കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ പതിയെ തൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളുകളിലേക്ക് അടുപ്പിച്ചു. മൃദുവായൊരു ചുംബനം അവളുടെ കവിളിൽ പതിഞ്ഞപ്പോൾ അമൃതയുടെ ശരീരം ഒന്ന് വിറച്ചു. അവളുടെ കൈകൾ അറിയാതെ കാശിയുടെ ഷോട്ടിൻ്റെ മുറുകെ പിടിച്ചു. കാശി അവിടെ നിർത്തിയില്ല. അവൻ അവളുടെ കഴുത്തിലെ നനുത്ത മുടിയിഴകൾ പതുക്കെ വകഞ്ഞു മാറ്റി അവിടെ തൻ്റെ അധരങ്ങൾ അമർത്തി. തീക്ഷ്ണവും ആഴമേറിയതുമായ ആ പ്രണയ സ്പർശനത്തിൽ അമൃത പൂർണ്ണമായും ഉരുകിപ്പോയി. ഇന്ന് നീ എൻ്റേത് മാത്രമാണ് അമൃത, എൻ്റെ ഭാഗ്യം. കാശി അവളുടെ നെറ്റിയിൽ സ്വന്തം നെറ്റി മുട്ടിച്ചുകൊണ്ട് വളരെ ആർദ്രമായി പറഞ്ഞു. അമൃത പതിയെ കണ്ണുകൾ തുറന്ന് കാശിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. 5 വർഷങ്ങൾ ഒരു നിമിഷം പോലെ കടന്നുപോയി. ഇന്ന് ശങ്കരനിലയം പഴയതുപോലെ ഒരു നിശബ്ദതയുടെ തടവറയല്ല. പകരം അവിടെ കളിച്ചിരികളും ആ കുടുംബത്തിൻ്റെ സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അന്ന് വൈകുന്നേരം ശങ്കരനിലയത്തിൻ്റെ വലിയ മുറ്റത്ത് പച്ചപ്പ് നിറഞ്ഞ ഗാർഡനിൽ ഒരു വലിയ ഒത്തുചേരൽ നടക്കുകയായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന സന്ധ്യമ്മയുടെ മടിയിൽ 4 വയസ്സുള്ളൊരു കുട്ടിയിരുന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ട്. കാശിയുടെയും അമൃതയുടെയും മകൻ ആര്യൻ. സന്ധ്യയുടെ മുഖത്ത് ഇപ്പോൾ പൂർണ്ണമായ ആരോഗ്യവും വലിയൊരു പ്രസരിപ്പുമുണ്ട്. രോഗത്തിൻ്റെ എല്ലാ ഇരുണ്ട നാളുകളും അമൃതയുടെ സ്നേഹപരിചരണം കൊണ്ട് മാറിമറിഞ്ഞിരിക്കുന്നു. അവരുടെ അരികിൽ ഒരു കസേരയിലിരുന്ന് സുജാത ആര്യന് കഥ പറഞ്ഞു കൊടുക്കുന്നു. സുജാതയുടെ ആരോഗ്യം ഇപ്പോൾ വളരെ തൃപ്തികരമാണ്. ശങ്കരനിലയത്തിലെ കുടുംബാംഗമായി സുജാതയും ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസം. പൂമുഖത്തെ പടികൾ ഇറങ്ങി അമൃത ഒരു പ്ലേറ്റിൽ ചായയും പലഹാരങ്ങളുമായി അങ്ങോട്ട് നടന്നു വന്നു. അവൾ നല്ലൊരു സാരി ഉടുത്ത് നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞ് അതീവ സുന്ദരിയായിട്ടാണ് കാണപ്പെട്ടത്. അമ്മേ, ഇതാ ചായ. അമൃത എല്ലാവർക്കും ചായ പകർന്ന് നൽകി. പെട്ടെന്നാണ് മുറ്റത്തേക്ക് കാശിയുടെ കാർ വന്ന് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന കാശിയുടെ ഗൗരവമെല്ലാം ആര്യൻ്റെ പപ്പ എന്ന വിളി കേട്ടതോടെ അലിഞ്ഞുപോയി. അവൻ ഓടിച്ചെന്ന് മകനെ കൈകളിൽ കോരിയെടുത്തു. കാശി അമൃതയുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. സന്ധ്യമ്മയും സുജാതയും അവരെ നോക്കി മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. അതേസമയം ലീലേച്ചി അങ്ങോട്ട് വന്നു. മോളെ അമൃത, നീ അറിഞ്ഞോ നാട്ടിലെ പുതിയ വിശേഷം? നമ്മുടെ വിശ്വനാഥൻ്റെ മകളില്ലേ അഞ്ജന, അവൾ ഇന്നലെ രാത്രി ആട്ടയോ കൂടെ ഒളിച്ചോടിപ്പോയത്രേ. ലീലേച്ചി അത്ഭുതത്തോടെ പറഞ്ഞു. അത് കേട്ട് കാശിയുടെയും അമൃതയുടെയും മുഖത്ത് ഒരു ചെറിയ അത്ഭുതം വിരിഞ്ഞു. അതേ മോളെ, അന്ന് മറ്റുള്ളവരുടെ കുടുംബത്തെയും മക്കളെയും കുറിച്ച് ഒരുപാട് അപവാദങ്ങളും ശാപവാക്കളും പറഞ്ഞു നടന്ന വിശ്വനാഥ ഇന്ന് നാണക്കേടുകൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും ഇപ്പോൾ അയാളെ കുറ്റപ്പെടുത്തുകയാണ്. കാലം കത്തിവെച്ചത് വലിയൊരു തിരിച്ചടിയായിരുന്നു അയാൾക്ക്. ലീലേച്ചി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. കാശി അമൃതയുടെ കൈകളിൽ പതിയെ പിടിച്ചു. മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരല്ല അവർ. എങ്കിലും വിധി എല്ലാവർക്കും കൃത്യമായ മറുപടി നൽകും എന്നവർക്ക് മനസ്സിലായി. അന്ന് സ്വന്തം മകളെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ സന്ധ്യമ്മയെ ക്രൂരമായി പരിഹസിച്ച വിശ്വനാഥന് കാലം നൽകിയ വലിയൊരു ശിക്ഷയായിരുന്നു അത്. സന്ധ്യാസമയം അടുക്കുകയായിരുന്നു. പക്ഷികൾ തങ്ങളുടെ കൂട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. അമൃത കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ തീക്ഷ്ണമായ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം അവൾ വീണ്ടും തിരിച്ചറിഞ്ഞു. അഭിമാനം നോക്കിയിരുന്നാൽ അടുപ്പ് പുകയില്ല എന്ന് പറഞ്ഞ് ഒരു സാധാരണ ജോലിക്കാരിയായി ശങ്കരനിലയത്തിൻ്റെ പടികൾ കയറി വന്ന അമൃത ഇന്ന് ആ വലിയ കുടുംബത്തിൻ്റെ ജീവനാണ്. കാശിയുടെ ഹൃദയത്തിൻ്റെ രാജ്ഞിയാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ ശങ്കരനിലയത്തിലെ ആ വലിയ സ്നേഹ സാമ്രാജ്യത്തിൽ അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.